ഇവിടെ ഒരു പ്രാവശ്യം നമ്മൾ വന്നിരിക്കുന്നത് MT-യുമായിട്ടാണ് കേട്ടോ. യമഹയുടെ അത്യാവശ്യം നല്ല മൈലേജും. എനിക്ക് തോന്നുന്നത് FC കഴിഞ്ഞതിന് ശേഷം FZ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, മൈലേജ് കുറവാണ്, സ്റ്റൈലൻ വണ്ടിയും. പക്ഷേ MT-യിലേക്ക് വന്നപ്പോൾ എന്തായി, നല്ല മൈലേജും ഉണ്ട്, എന്നാൽ നല്ല അടിപൊളി ചെത്ത് ബൈക്ക് അല്ലെങ്കിൽ പവർഫുള്ളായിട്ടുള്ള ഒരു ബൈക്ക്. അപ്പം നല്ല പവർഫുള്ളായിട്ടുള്ളതും എന്നാൽ മൈലേജ് കിട്ടുന്നതായിട്ടുള്ള ഒരു വാഹനമായിട്ട് മാറിയിട്ടുണ്ട് ഇപ്പോൾ യുവാക്കളുടെ ഇടയിൽ. നല്ലോണം അത്യാവശ്യം നല്ല ഇമേജുള്ളൊരു വണ്ടിയായിട്ടാണ് MT ഉള്ളത്. നല്ല വൈഡായിട്ടുള്ള ഒരു ഹാൻഡിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു, ചെറിയ LED ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ മനോഹരമായിട്ട്. MT-യുടെ സംഭവം വരുമ്പോൾ FZ-നേക്കാളും ചെറുതായിട്ട് മാറ്റമുള്ള ടാങ്കിൻ്റെ അവിടെ. പക്ഷേ സീറ്റിൻ്റെ അവിടെയൊക്കെ ഒരു ചെറിയ സെറ്റപ്പൊക്കെ ഉണ്ട്, ഒരു എന്താ പറയുക സിംഗിൾ റൈഡൊക്കെ പോലെയാണ് നിലവിൽ കിടക്കണം. ബാക്കിൽ ശ്രദ്ധിച്ചിരുന്നില്ലെങ്കിൽ പറന്നു പോവും. ഓടിക്കാനൊക്കെ അടിപൊളിയാണ് കേട്ടോ. കാരണം ഞാൻ ഇത് ഓടിച്ച് നോക്കിയപ്പോൾ ഒക്കെ നല്ല വൈബാണ്. പിന്നെ വേറെ പിള്ളേരുടെ കയ്യിലൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. ഒരു ദിവസം ഒരു യാത്രയൊക്കെ പോകേണ്ടി വന്നതുമ്പോൾ പാലക്കാട് വരെയുള്ള ഒരു യാത്ര ഇത് വെച്ചിട്ടാണ് പോയത്. ഈ വണ്ടിയല്ല, വേറെ MT വെച്ചിട്ട്. അത്യാവശ്യം ഓടിക്കാൻ കംഫർട്ടാണ്, ബാക്കിലും വലിയ കലാപമൊന്നുമില്ല, അത്യാവശ്യം സുഖമായിട്ട് തന്നെ ഇരിക്കുക. അങ്ങനെ ഈ വണ്ടിയെ ഉള്ള ആൾക്കാർ അല്ലെങ്കിൽ ഈ വണ്ടിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എന്ത് തന്നെയായാലും നിങ്ങൾ രേഖപ്പെടുത്തിയോട്ടോ. ഞാൻ പറയുന്നത് അല്ല നിങ്ങളുടെ അഭിപ്രായം എങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളത് പറയാൻ മടിക്കേണ്ട കാര്യമില്ല. ഈ വണ്ടി ഇരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ ഒല്ലൂരാണ്. അപ്പോൾ ഒരു MT തപ്പി നടക്കുന്ന കൂട്ടുകാർക്ക് ഇത് ഉപകാരപ്പെടും. ലോണും സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. കാരണം ഈ MT 2021 മോഡല് സെക്കൻഡ് ഓണറായിട്ടുള്ള ഒരു വാഹനമാണ്. അപ്പോൾ ഒല്ലൂരാണ് വണ്ടി ഇരിക്കുന്നത് പറഞ്ഞു. നമ്മൾ സാധാരണ പറയാറുള്ളത് പോലെ തന്നെ ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്നും സൈഡിൽ നിന്നൊക്കെ നോക്കാം. ആദ്യം തന്നെ വരുമ്പോൾ ഈ ഒരു ഭാഗത്തും എനിക്ക് തോന്നണത് ഈ സ്ക്രൂ ടൈറ്റ് ചെയ്തപ്പോൾ പൊട്ടിയതാന്ന് തോന്നുന്നുണ്ട്. അങ്ങനെയാണ് ഇത് പൊട്ടിയാണ് കണ്ട. ഇവിടെ ചെറിയ പൊട്ടലുണ്ട്, വീഡിയോയിൽ അങ്ങനെ ക്ലിയർ ആയിട്ട് കാണുന്നില്ല, എന്താ കേസെന്ന് അറിയില്ല. അപ്പോൾ ഇതാണ് ഒരു സംഭവം കേട്ടോ. അവിടെ ചെറിയ പൊട്ടലുണ്ട്, അത് ഇത് മുറുക്കിയപ്പോൾ അശ്രദ്ധമായിട്ടുള്ള സംഭവമാണ്. പിന്നെ ഇവിടുത്തെ LED ഇൻഡിക്കേറ്ററുകളാണ് 2 എണ്ണം. പക്ഷേ ഇതിവിടെ ഒരു ചെറിയൊരു ഹോള് വീണിട്ടുണ്ട്, പൊട്ടിയിട്ടുണ്ട്. അങ്ങനെയാണ് ഇവിടെ കാണുന്നത്. പിന്നെ ഇവിടെയൊക്കെ എന്തൊക്കെയോ മാസ്കിൻ്റെ പോലെ ഇൻസുലേഷനെ പോലത്തെ ഒരു സംഭവം, അത് സ്റ്റിക്കർ അടിച്ചാന്ന് തോന്നുന്നുണ്ട്. ഈ പീസുമ്മേ സ്റ്റിക്കർ അടിച്ചാണ്, അതാണ് ഈ X സാധനങ്ങളൊക്കെ അടിച്ചതാണ്, അതാണ് ആ പൊന്തി നിൽക്കുന്നത്. വേറെ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഇതാണ് വണ്ടി. ഇനി ഫ്രണ്ട് മങ്കാടൊന്നും വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. കഴുകി പോളിഷ് അടിച്ച് കുട്ടപ്പനാക്കി കൊണ്ടുവരണം. കാരണം ഇപ്പോൾ 2 ദിവസത്തിന് മഴയാണ്. ഞങ്ങൾ ഈ വീഡിയോ എടുക്കാൻ വന്നപ്പോൾ തന്നെ നന്നായിട്ട് ചെളിയായിട്ടുണ്ട്. വണ്ടി കഴുകി പോളിഷ് അടിച്ചാൽ വണ്ടിയുടെ ലെവൽ വേറെ ആയിരിക്കും. നമുക്ക് ഈ സൈഡിൽ നിന്നായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ എടുത്ത് തുടങ്ങേണ്ടത്. അപ്പുറം സൈഡിൽ നിന്ന് എടുക്കുമ്പോൾ കുറച്ച് ഇരുട്ട് ഫീൽ ചെയ്തായിരുന്നു. പിന്നെ ഈ സൈഡിലേക്കൊക്കെ വരുമ്പോൾ ഇതാണ് വണ്ടിയിൽ ഡിസ്ക് ബ്രേക്ക് കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പിന്നെ ടയറിൻ്റെ കണ്ടീഷൻ പറയണതേ, ടയർ ഇത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ടയറുണ്ട്. പിന്നെ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ചെളിയായിട്ടിരിക്കുന്ന കാരണമാണ് അത്രയ്ക്ക് പെർഫോമൻസ് തോന്നാത്തത്. അത്യാവശ്യം നീറ്റായിട്ട് ഇരിക്കുന്നുണ്ട്. ഈ സൈഡിൽ വലിയ സ്ക്രാച്ച് കാര്യങ്ങളൊന്നും കാര്യമായിട്ട് കാണാനില്ല. ഇപ്പുറത്ത് ഈ മേലെ സ്റ്റിക്കറിൻ്റെ അവിടെയും കാര്യങ്ങളൊന്നും വലിയ രീതിയിലുള്ള സ്ക്രാച്ചോ കാര്യങ്ങളൊന്നും തന്നെ നമുക്കിവിടെ കാണാൻ പറ്റില്ല. അപ്പോൾ ഇതാണ് ഈ സൈഡിലുള്ള വിശേഷങ്ങൾ. ഇനി ഇവിടേക്ക് സൈലൻസറിൻ്റെ അവിടേക്കൊക്കെ വരുമ്പോഴും അത്യാവശ്യം വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ സാധാരണ ഉണ്ടാവണ പോലെ ഇവിടെ ഒരു ചെറിയ സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടുത്തെ കുറച്ച് പെയിൻറ്റ് പോയിട്ടുണ്ട്. ഇതൊക്കെ തന്നെയാണ് എന്തെങ്കിലും കുറ്റം പറയാനായിട്ടുള്ളത്. ഇനി ഇത് വന്ന് ഇത് ഇവിടെ അവസാനിക്കുന്ന ഒരു സംഭവം. ബാക്കിലിരിക്കുന്നവർക്ക് അത്രയ്ക്ക് സേഫ് അല്ല, അതിനെ അത്യാവശ്യം പിടിക്കണം. അതിന് പിള്ളേർ സെറ്റാണ് ഇത് ഉപയോഗിക്കുക. പിന്നെ വെള്ളം തെറിക്കുന്നുണ്ട്. ഇപ്പോൾ ഞങ്ങൾ വന്നപ്പോൾ തെറിച്ച സാധനമാണ്. ഇവിടേക്ക് വെള്ളം സീറ്റിൻ്റെ അവിടേക്ക് എൻ്റെ പുറത്തായി ഉണ്ടാവും ഞാൻ വിചാരിക്കുന്നു. ബാക്ക് ടയർ മൊട്ടത്തലയനാണ്. സത്യം പറഞ്ഞത് മാറ്റുന്നതായിരിക്കും നിങ്ങളുടെ സേഫ്റ്റിക്ക് നല്ലത്. ബാക്കി അലൈവിൽ കാര്യങ്ങളൊക്കെ നല്ല സ്റ്റൈലാണ്. ഈ സാധനമൊക്കെ എക്സ്ട്രാ ഫിറ്റ് ചെയ്തതാണെന്ന് തോന്നുന്നുണ്ട് കണ്ടിട്ട്. ഇത് കണ്ട ഈ സാധനം എക്സ്ട്രാ പിള്ളേരോട് ഫിറ്റ് ചെയ്തതാണെന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ ഇരിക്കുന്ന ഒരു MT-യുടെ വിശേഷമാണ് ഇന്നത്തെ തന്നെ ഇടാ. അപ്പോൾ ഈ MT സെക്കൻഡ് ഓണറാണ്, 2021 മോഡലാണ്. ഇൻഷുറൻസ് പൊല്യൂഷനൊക്കെ പറയുകയാണെങ്കിൽ അത് പുതിയത് എടുത്തു തരാമെന്ന് പറഞ്ഞിട്ടുള്ളത്. ഇനി ഞാൻ ഇവനെ ഒന്ന് സ്റ്റാർട്ടാക്കി കാണിച്ചു തരാം. സൗണ്ടൊക്കെ ജാതി വെടിച്ചില്ല സൗണ്ടാടാ, സൗണ്ട് കേട്ടാ. ഒരു നല്ല രസമായിട്ടുള്ള സൗണ്ടാണ് നിലവിൽ. നല്ല 1 കിലോമീറ്റർ കാണിക്കുന്നുണ്ട് അതിൽ. ഇതാണ് അതിൻ്റെ സ്ക്രീന്. പിന്നെ ഇവിടെ സൂര്യൻ്റെ വെട്ടം ഭയങ്കരമായിട്ട് നിൽക്കണ കാരണമൊക്കെ കറക്റ്റ് മീറ്റർ ഇതെല്ലാം വിസിബിളാണ് കേട്ടോ. എത്രയാ 23 അല്ലേ? എവിടെ കാണിക്കണേ? ഓക്കെ.
ചില്ലാൻ കിലോമീറ്റർ 20,000 ചില്ലാൻ കിലോമീറ്ററാണ് ഓടിയതായിട്ട് നിലവിൽ കാണിക്കുന്നത്. ഓഫാക്കിയോ. അപ്പോൾ ഇതാണ് നമ്മുടെ MT കൂട്ടൻ്റെ വിശേഷം. ഇനി വില പറയുന്നത് 1,20,000 രൂപയാണ്. 1.2 അതായത് 1,02,000 രൂപ ലോൺ കയറും എന്നാണ് പറഞ്ഞിട്ടുള്ളത് അന്വേഷിച്ചപ്പോൾ. ആർക്കെങ്കിലും വാഹനം MT എടുക്കണമെന്ന് ആഗ്രഹമുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായും വന്ന് നോക്കാം. ഇതിൻ്റെ പെർഫോമൻസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. ബാക്കി എല്ലാ കാര്യങ്ങളും നിങ്ങൾ പരിശോധിച്ച് ഉറപ്പ് വരുത്തണം. എല്ലാ വീഡിയോയിലും പറയാറുള്ള പോലെ എൻ്റെ വാക്ക് മാത്രം നിങ്ങൾ വിശ്വസിക്കണം എന്ന് ഞാൻ പറയില്ല. നിങ്ങൾ ഓടിച്ച് നോക്കി നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിവില്ലെങ്കിൽ ഒരു മെക്കാനിക്കിനെ കൊണ്ടുവരാമല്ലോ. ആളെ കൊണ്ടുവന്ന് എല്ലാ കാര്യങ്ങളും പെർഫോമൻസും കാര്യങ്ങളും എഞ്ചിനൊക്കെ പരിശോധിച്ച് നോക്കി ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ നിങ്ങൾ ഞാൻ പറയുന്ന ഏത് വണ്ടിയായാലും നിങ്ങൾ എൻ്റെ വീഡിയോയിലുള്ള ഏത് വാഹനമായാലും നിങ്ങൾ വാങ്ങാവൂ എന്ന കാര്യം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. എന്ന് വിചാരിച്ച് ഞാനിങ്ങനെ പറയുന്നത് എല്ലാം പൊട്ട വാഹനങ്ങളാണ് എന്നതിലല്ല അർത്ഥം. കാരണം നമ്മൾ ഒരുപാട് വണ്ടികൾ കൊടുത്തിട്ടുണ്ടല്ലോ. പക്ഷെ നിങ്ങളുടേതായ ഒരു ഉത്തരവാദിത്തമാണ് വാഹനം എങ്ങനെ ഇന്നുള്ളത് വന്ന് നോക്കി എടുക്കേണ്ടത്. അപ്പോൾ 1.20 പറയുന്ന വാഹനം 1,02,000 രൂപ ലോൺ കയറുന്ന വാഹനം താല്പര്യമുള്ളവർക്ക് ലോൺ വേണമെന്നുണ്ടെങ്കിൽ ലോൺ സൗകര്യം കാര്യങ്ങളൊക്കെ ആൾ ചെയ്ത് തരും. അത് പക്ഷേ നിങ്ങളുടെ സിവിൽ സ്കോറും കാര്യങ്ങളൊക്കെ ആസ്പദമാക്കിയിട്ടായിരിക്കും കേട്ടോ. പിന്നെ സിവിൽ സ്കോർ ഇല്ലെങ്കിൽ പോലും ലോണും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് കിട്ടുമായിരിക്കും. പക്ഷേ അതിനപ്പോൾ ഇൻട്രസ്റ്റിൽ കാര്യങ്ങളൊക്കെ മാറ്റം വരുമായിരിക്കും. അപ്പോൾ ഇതാണ് ഈ വണ്ടിയുടെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് എന്ത് തന്നെ ആയാലും അഭിപ്രായങ്ങൾ എന്തൊക്കെ തന്നെ ആയാലും നിങ്ങൾ പറയാൻ മടിക്കേണ്ട. അതുപോലെ ലൈക്ക് ഷെയർ കമൻ്റ് ഒന്നും മറക്കണ്ട. കാരണം നമ്മുടെ വീഡിയോയുടെ മൈലേജിന് അതൊക്കെ ആവശ്യമാണ്. നല്ല മൈലേജ് ഉള്ളൊരു വണ്ടിയാണ് എന്ന കാര്യം കൂടി ഞാൻ ഫസ്റ്റ് പറഞ്ഞതിനെ വീണ്ടും പറയുകയാണ്. പെർഫോമൻസ് ആൻഡ് മൈലേജ് നന്നായിട്ടുള്ള യമഹയുടെ ഇപ്പോഴത്തെ ഏറ്റവും മികച്ചൊരു വാഹനം എന്ന് തന്നെ MTയെ കുറിച്ച് പറയേണ്ടി വരും. നല്ല റൈഡിങ് കംഫർട്ടുള്ള ഒരു വാഹനം തന്നെ. ചിലവർക്ക് ഈ മോഡൽ നേക്കിഡ് മോഡൽ വണ്ടികൾ ധാരാളം താല്പര്യമുള്ളതാണ്. എനിക്ക് ഡ്യൂക്കിനോടൊക്കെ ഇതിന് ഒരു സാമ്യമൊക്കെ എപ്പോഴും തോന്നിയിട്ടുണ്ട്. നല്ല രസമായിട്ട് വൈഡായിട്ടുള്ള ഒരു ഹാൻഡിലും കാര്യങ്ങളൊക്കെയാണ്. എനിക്ക് നല്ല ഇഷ്ടമാണ് ഈ വണ്ടിയൊക്കെ കേട്ടോ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം തന്നെ അതിന് രേഖപ്പെടുത്താൻ മറക്കണ്ട. പിന്നെ ഉള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ വാഹനം വിറ്റ് പോയി എല്ലാ പ്രാവശ്യം പറയാറുള്ളത് പോലെ തന്നെ യൂട്യൂബ് വീഡിയോൻ്റെ അടിയിലത്തെ ഫസ്റ്റ് കമൻറ്റായിട്ട് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. തമ്പനെയിലിൻ്റെ അടിഭാഗത്തും സോൾഡ് ഔട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും വിൽക്കാനുണ്ടെങ്കിൽ വിളിക്കേണ്ട നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലാണ് കൊടുത്തിരിക്കുക. എന്നെ വിളിക്കാം. ഡിസ്ക്രിപ്ഷൻ ബോക്സിലാണ് എൻ്റെ നമ്പർ കൊടുത്തിട്ടുള്ളത്. വാഹനത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടി ഈ വാഹനത്തിനെ ഓടിച്ച് നോക്കാനും വാങ്ങാനുള്ള കാര്യത്തിനൊക്കെ വേണ്ടിയിട്ട് ഈ സ്ക്രീനിൽ കാണുന്ന നമ്പർ ഈ മഞ്ഞ കളറിൽ ബ്ലാക്ക് ലെറ്ററായിട്ട് കാണുന്ന ഈ നമ്പറിലാണ് വിളിക്കേണ്ടത്. പലരും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിന്ന് വണ്ടിയുടെ ആവശ്യത്തിനായിട്ട് എന്നെ വിളിക്കുന്നുണ്ട് വണ്ടീനെ കുറിച്ച് ചോദിക്കാൻ. അപ്പോൾ നമുക്ക് അറിയാൻ പറ്റില്ല ഏത് വണ്ടീനെ കുറിച്ചിട്ടാണ് നിങ്ങൾ ചോദിക്കണതെന്ന് അറിയാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് നേരിട്ട് ഉടമസ്ഥനെ അല്ലെങ്കിൽ വാഹനം കയ്യിലുള്ള ആളെ നിങ്ങൾക്ക് നേരിട്ട് വിളിക്കാൻ വേണ്ടി തന്നെയാണ് അവരുടെ നമ്പറുകളാണ് നമ്മളെപ്പോഴും കൊടുക്കാറുള്ളത്. അപ്പോൾ സോൾഡ് ആയോ എന്നുള്ള കാര്യം ഒന്ന് ചെക്ക് ചെയ്യണം. എന്നതിന് ശേഷം മാത്രം വിളിക്കാവൂ എന്നൊരു അഭിപ്രായം മാത്രമാണ് എനിക്കുള്ളത്. കാരണം വിറ്റുപോയ വണ്ടിക്ക് വേണ്ടി വിളിക്കുന്നത് വീണ്ടും അവർക്കൊരു ബുദ്ധിമുട്ടായി വരുന്നത് കൊണ്ടാണ് കേട്ടോ. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ വാഹനം നോക്കാൻ വരുമ്പോൾ എപ്പോഴും ഹെൽമെറ്റ് കയ്യിൽ കരുതണം. കാരണം വെച്ചാൽ നിങ്ങൾ സെറ്റ് ആവുകയാണെങ്കിൽ കൈയോടെ വണ്ടി കൊണ്ടുപോകാം. അത് പിന്നെ വണ്ടി കൊണ്ടുപോകാനായിട്ട് ഹെൽമെറ്റ് വേണം. കാരണം ഹെൽമെറ്റ് ഇല്ലാണ്ട് വണ്ടി ഓടിച്ച് കഴിഞ്ഞാൽ അറിയാമല്ലോ ഫൈനും കാര്യങ്ങളൊക്കെ വരും. പേര് മാറാൻ ഫീസ് അടച്ചിട്ടായിരിക്കും നിങ്ങൾ ഓൾറെഡി വണ്ടി കൊണ്ടുപോകുന്നത്. പിന്നെ ഫൈനും കാര്യങ്ങൾ വരുമ്പോൾ പേര് മാറാനുള്ള ബുദ്ധിമുട്ട് വരും. പിന്നെ അത് തർക്കങ്ങൾക്കൊക്കെ വഴി വയ്ക്കും. ഇതൊക്കെ ഒഴിവാക്കാനായിട്ട് നിങ്ങളൊരു ഹെൽമെറ്റ് കയ്യിൽ പിടിച്ചോട്ടോ. പിന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കില്ല എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. മറ്റൊരു നല്ല വാഹനത്തിൻ്റെ നല്ല വിശേഷങ്ങളായി വരുന്നവരെ എല്ലാ കൂട്ടുകാരോടും ബൈ.